Afternoon, everyone. Good afternoon, everyone. ഇന്ന് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ പാർട്ട് 2 ആണ് എടുക്കുന്നത്. പാർട്ട് 1 നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഫ്ലവേഴ്സ് എന്താണ്, പിന്നെ അതിൽ ഓരോ പാർട്സ് അതെല്ലാം പഠിച്ചതാണ്. ഇതിന്റെ അകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ആണ് ആദ്യം പറയാൻ പോകുന്നത്. പ്രീവിയസ് വീഡിയോസിന്റെ അകത്ത് കാണാത്തവരൊന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കി മനസ്സിലാവും. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈഡ് ആയിട്ടുള്ള ഒരു പോളൻ ഗ്രെയിൻ ഉപയോഗിച്ച് നമുക്ക് പോളിനേഷനും ഫെർട്ടിലൈസേഷനും നടത്താൻ പറ്റും. അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള പോളൻ വേണം യൂസ് ചെയ്യാനായിട്ട്. പോളിനേഷനും ഫെർട്ടിലൈസേഷനും നടക്കേണ്ടത് നമുക്ക് ഏത് ഡിസൈഡ് ആയിട്ടുള്ള ഏത് ടൈപ്പ് പോളൻ ആണോ, ചില പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള അങ്ങനെ ഏത് പോളൻ ആണോ വേണ്ടത്, ആ ഒരു പോളൻ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു പോളിനേഷൻ നടത്താനായിട്ട്. ഇത് ക്രോസിംഗ് മെത്തേഡാണ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ മെയിൻലി ക്രോസിംഗ് മെത്തേഡാണ്. ഇതിനകത്തെ സ്റ്റെപ്സ് ആണ് നമുക്കിനി നോക്കാം. ഇമാസ്കുലേഷനും ഉണ്ട്, ബാഗിങ്ങും ഉണ്ട്. 2 സ്റ്റെപ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്, ഇമാസ്കുലേഷനും ബാഗിങ്ങും. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ ആന്തറിനെ റിമൂവ് ചെയ്യുക. ഒരു ഫ്ലവർ ബഡിൽ നിന്ന് ആന്തർ ഡെഹിസൻസ് ആകുന്നതിന് മുമ്പ് ആന്തറിനെ റിമൂവ് ചെയ്യുക. അങ്ങനെ റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ആന്തറിനെ റിമൂവ് ചെയ്യുക. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ. അടുത്തതെന്ന് പറഞ്ഞാൽ ബാഗിങ്. ബാഗിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇമാസ്കുലേറ്റഡ് ഫ്ലവർ, ആന്തർ റിമൂവ് ചെയ്ത ഫ്ലവറിനെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബട്ടർ പേപ്പർ യൂസ് ചെയ്ത് ബാഗ് ചെയ്ത് വെക്കുവാണ്, കവർ ചെയ്ത് വെക്കുവാണ്. അത് വേറെ പോളൻസ് വന്ന് അത് കണ്ടാമിനേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടി അതിനെ ബാഗ് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബാഗിങ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇമാസ്കുലേഷൻ നടക്കുന്നു. ഇമാസ്കുലേറ്റ് ചെയ്ത ആ ഫ്ലവറിനെയാണ് നമ്മൾ ഒരു ബട്ടർ പേപ്പർ യൂസ് ചെയ്ത് കവർ ചെയ്ത് കണ്ടാമിനേഷനിൽ നിന്ന് പ്രിവെന്റ് ആയിട്ട് വെക്കുന്നത്. ഇനി ഈ സ്റ്റിഗ്മ ബാഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വെൻ ദ സ്റ്റിഗ്മ ഓഫ് ബാഗഡ് ഫ്ലവർ റെസിപ്റ്റിവിറ്റി എത്തുമ്പോൾ നമ്മൾ ഏത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ആ പോളൻ ഗ്രെയിൻസിനെ അതിൽ ഡസ്റ്റ് ചെയ്ത് വീണ്ടും ഇതിനെ റീബാഗ് ചെയ്യുവാണ്. നമുക്ക് ഇഷ്ടമുള്ള പോളനെ അതിൽ കൊണ്ടുപോയി നമ്മൾ ഡസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ബാഗ് വീണ്ടും നമ്മൾ റീബാഗ് ചെയ്ത് ഫ്രൂട്ട് ഡെവലപ്മെന്റിന് അലൗ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു ഫീമെയിൽ ഫ്ലവർ ബഡ് അത് ഓപ്പൺ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബാഗ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ആവുന്നതിന് മുമ്പ് തന്നെ അതിനെ ബാഗ് ചെയ്യുന്നു. ബാഗ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആന്തർ അതേ സെയിം പ്ലാന്റിൽ, ഇപ്പൊ ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു ഫ്ലവറിലാണെങ്കിൽ അതിന് ആന്തറിനെ റിമൂവ് ചെയ്ത് കളയും. അല്ല യൂണിസെക്ഷൽ ആണെങ്കിൽ ഇമാസ്കുലേഷന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പം ഇമാസ്കുലേഷൻ ചെയ്യേണ്ടത് ബൈസെക്ഷൽ ഫ്ലവേഴ്സിലാണ്. ഇമാസ്കുലേഷൻ ചെയ്തതിന് ശേഷം ഇതിനെ ബാഗ് ചെയ്ത് വെക്കുന്നു. ബാഗ് ചെയ്തതിന് ശേഷം അത് മെച്യൂരിറ്റി, ആ ഒരു റെസിപ്റ്റിവിറ്റി വരുന്ന ടൈമിൽ ഏത് ടൈപ്പ് ഡിസൈഡ് പോളനാണ് വേണ്ടത് അത് നമ്മൾ ഡസ്റ്റഡ് ചെയ്ത് വീണ്ടും റീബാഗ് ചെയ്ത് വെക്കുക. ഇത്രയാണ് ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ നടക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ നോക്കാം. അപ്പം എന്താണ് ഫെർട്ടിലൈസേഷൻ? ഒരു ഫീമെയിൽ ഗാമേറ്റും മെയിൽ ഗാമേറ്റും തമ്മിലുള്ള ഫ്യൂഷൻ ആണ്. അപ്പൊ ഡബിൾ ഫെർട്ടിലൈസേഷനോ ഈ പ്ലാന്റ്സിൽ എന്താ, 2 മെയിൽ ഗാമേറ്റ്സ് ഒരു ഫീമെയിൽ ഗാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോംപ്ലക്സ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഓവ്യൂളിലേക്ക് എന്താ പോളൻ ഗ്രെയിൻസ് പോളൻ ട്യൂബ് വഴി മൈക്രോപൈലിൽ കൂടെ സിനർജറ്റ്സിൽ എത്തുന്നുണ്ട്. അപ്പൊ സിനർജറ്റ്സിൽ എത്തിയ ഈ പോളൻ ട്യൂബ് അതിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഈ മെയിൽ ഗാമേറ്റ്സിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റിലീസ് ചെയ്തതിൽ ഒരു മെയിൽ ഗാമീറ്റ്സ് എഗ് സെല്ലിലേക്ക് പോയി അവിടെ ചെന്ന് അതിന്റെ ന്യൂക്ലിയസ് ആയിട്ട് ഫോം ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. അതൊരു ഡിപ്ലോയിഡ് സെൽ. സൈഗോട്ട് എന്ന് പറയുന്ന ഒരു ഡിപ്ലോയിഡ് സെൽ. ആ ഒരു കംപ്ലീറ്റിംഗ് സിംഗമി എന്ന് പറഞ്ഞ ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ്. അപ്പം ഒരു മെയിൽ ഗാമീറ്റ്സ് ഈ സിനർജറ്റ്സിലെ 2 മെയിൽ ഗാമീറ്റ്സ് റിലീസ് ചെയ്യുന്നുണ്ട് പോളൻ ട്യൂബ്. അതില് ഒരു മെയിൽ ഗാമീറ്റ്സ് എക്സെല്ലിലേക്ക് പോയി ഫ്യൂസ് ചെയ്യുന്നു. ആരുമായിട്ട്? എക്സെല്ലിന്റെ ന്യൂക്ലിയസ് ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നത്. അടുത്തത്
അടുത്ത പിന്നെയുണ്ട് ഒരു മെയിൽ ഗമേറ്റ്സ്. അതെന്ത് ചെയ്യുന്നു? പോളാർ ന്യൂക്ലിയിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ സെൻട്രൽ സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഒരു ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ രണ്ട് മെയിൽ ഗമേറ്റ്സ് ഒരു ഫീമെയിൽ ഗമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന. അതിൽ തന്നെ ഇതിൽ ഒരു മെയിൽ ഗമേറ്റ്സ് എന്താണ് ന്യൂക്ലിയസുമായിട്ട് എക്സലന്റ് ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നു. പിന്നെ ബാക്കി വേറൊരെണ്ണം ഉണ്ടല്ലോ, ആ ഒരു മെയിൽ ഗമേറ്റ്സ് പോളാർ ന്യൂക്ലി രണ്ടെണ്ണം ഉണ്ട്, 2 പോളാർ ന്യൂക്ലി എന്ന് പറഞ്ഞു. അതിന്റെ സെൻട്രൽ സെല്ലുമായിട്ട് പോയി ഫ്യൂസ് ചെയ്ത് ഒരു ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. അപ്പൊ ഈ ഫ്യൂഷനിൽ 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, 2 പോളാർ ന്യൂക്ലിയസിന്റെ അതുപോലെ മെയിൽ ഗമേറ്റ്സിന്റെ ന്യൂക്ലിയം. അപ്പൊ മൊത്തം 3 ഈ ഫ്യൂഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു കാർപ്പലാണ്. പോളൻ ട്യൂബ് വന്നു. ആന്റിപോഡൽസ് കാണുന്നത് ചലാസൽ എൻഡിലാണ്. സിനർഗറ്റ്സ് മൈക്രോപൈലാർ എൻഡിലാണ്. ഇവിടെ കൂടെയാണ് പോളൻ ഗ്രെയിൻസ് എൻറ്റർ ചെയ്യുന്നത്. സ്പേം സെൽസിനെ റിലീസ് ചെയ്തു, എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തു. ഇവിടെ പോയി പോളാർ ന്യൂക്ലിയസ് ആയിട്ട് ഫ്യൂഷൻ നടന്നു. ഇവിടെ ഡബിൾ ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട് ഫോം ചെയ്തു. ഇവിടെ എൻഡോസ്പേമും ഫോം ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഇവന്റ്സ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്താന്ന് പറഞ്ഞു. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ പിന്നെയാണ് അടുത്ത് നടക്കുന്ന ഇവന്റ്സ്. എൻഡോസ്പേം ഫോം ചെയ്യുന്നു, എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു, ഓവ്യൂൾസ് സീഡ്സ് ആകുന്നു, ഓവറി ഫ്രൂട്ട് ആകുന്നു. അങ്ങനെ നടക്കുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു സ്റ്റെപ്സിനെ, ആ ഒരു ഇവന്റിനെയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് എൻഡോസ്പെമിന്റെ നോക്കാം. എൻഡോസ്പെം എന്ന് പറഞ്ഞാൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ സീഡ്സിൽ ഒരു ടിഷ്യൂ പ്രസന്റ് ആവുന്നുണ്ട്. ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ടിഷ്യൂലൊരു എന്താ പറയാ, സീഡ്സിന്റെ അകത്തൊരു ടിഷ്യൂ പ്രസന്റ് ചെയ്യും. ആ ടിഷ്യൂനെയാണ് കാണപ്പെടുന്ന ആ ടിഷ്യൂനെയാണ് നമ്മൾ എൻഡോസ്പെം എന്ന് പറയുന്നത്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചറിൽ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എൻഡോസ്പെമിനെ കുറിച്ചാണ്. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിയുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റിൽ സീഡ്സിന്റെ അകത്ത് എന്തുണ്ടാവുന്നു? കാണപ്പെടുന്ന ആ ഒരു ടിഷ്യൂ, അതിനെയാണ് എൻഡോസ്പെം എന്ന് പറയുന്നത്. ഈ എൻഡോസ്പെമിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്. ഇതാണ് ആ ഒരു ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോയ്ക്ക് ആവശ്യമായ ന്യൂട്രീഷൻസ് ഒക്കെ നറിഷിങ് ചെയ്യുന്നത്. അപ്പം ഈ എൻഡോസ്പേം എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ എൻഡോസ്പേം ആണ് ഇതിന് വേണ്ട കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ലിപ്പിഡ്സ് എല്ലാം നൽകുന്നത്. അപ്പൊ പ്രൈമറി എൻഡോസ്പേം സെല്ല് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ട്രിപ്ലോയിഡ് എൻഡോസ്പേം ടിഷ്യൂ ഫോം ചെയ്തു. ഈ ടിഷ്യൂന്റെ സെൽസിൽ റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ ആണ്. ട്രിപ്ലോയിഡ് എൻഡോസ്പേം ടിഷ്യൂവിൽ ഫുള്ള് റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ ആണ്. ഈ ഫുഡ് മെറ്റീരിയൽസ് ആണ് ഒരു ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് ന്യൂട്രീഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം എൻഡോസ്പേം ഫോം ചെയ്തതിന് ശേഷം എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ എംബ്രിയോയ്ക്ക് വേണ്ട റിസർവ് ഫുഡ് എല്ലാം ട്രിപ്ലോയിഡ് എൻഡോസ്പേം ടിഷ്യൂവിന്റെ സെൽസിലാണ് ഉള്ളത്. അപ്പൊ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് സക്സസീവ് ആയിട്ട് ന്യൂക്ലിയർ ഡിവിഷൻ നടത്തുന്നുണ്ട്. എന്നിട്ട് അതൊരു ഫ്രീ ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. ആ ഒരു സ്റ്റേജ്, ഫ്രീ ന്യൂക്ലിയർ ഫോം ചെയ്ത ആ ഒരു പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിന്റെ ആ ഒരു സ്റ്റേജ്, ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജിനെ പറയുന്നതാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന സ്റ്റേജ് ഓഫ് എൻഡോസ്പേം ഡെവലപ്മെന്റ്. എങ്ങനെ ഫ്രീ ന്യൂക്ലിയർ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെ പറയുന്നതാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന്. അതിനുശേഷം ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം അത് ഡെവലപ്പ് ചെയ്ത ശേഷമാണ് സെൽ വോൾ ഫോം ചെയ്യുന്നതും പിന്നെ ഈ എൻഡോസ്പേം സെല്ലുലാർ ആവുന്നു. അപ്പൊ ഫസ്റ്റ് ഇത് എങ്ങനെയായിരിക്കും? ഫ്രീ ന്യൂക്ലിയർ സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. അതിനുശേഷം സെൽ വോൾ ഫോം ചെയ്യും, പിന്നെ അത് സെല്ലുലാർ ആവും. ഈ ഒരു ഫ്രീ ന്യൂക്ലിയർ സ്റ്റേറ്റ് എൻഡോസ്പേം, ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടെൻഡർ കോക്കനട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടെൻഡർ കോക്കനട്ടിൽ കാണുന്ന വാട്ടർ ആണ് ഈ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെ കോക്കനട്ട് വാട്ടർ ആണ്. ടെൻഡർ കോക്കനട്ടിലുള്ള ആ വാട്ടർ ആണ് ഇതിന്റെ ഒരു ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. പിന്നെ അതിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു വൈറ്റ് കേർണൽ ഉണ്ടല്ലോ, അതാണ് സെല്ലുലാർ. അത് കഴിഞ്ഞ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം സ്റ്റേജ് കഴിഞ്ഞ് സെല്ലുലാർ എൻഡോസ്പേം ആവുന്ന അതാണ് വൈറ്റ് കേർണൽ. ഇനി എൻഡോസ്പേംസ് ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റഡ് ആയിട്ട് കൺസ്യൂമഡ് ആയിരിക്കും ബൈ എംബ്രിയോ, ഡെവലപ്പിംഗ് എംബ്രിയോ ബിഫോർ സീഡ് മെച്ചുറേഷൻ. അങ്ങനെയുള്ള ഏതൊക്കെ പ്ലാന്റ്സിലായിരിക്കും? പീ പ്ലാന്റ്, ഗ്രൗണ്ട് നട്ട്, ബീൻസ്, ഇതിന്റെയൊക്കെ സീഡ്സ് എന്ന് പറഞ്ഞാൽ എൻഡോസ്പേം, ഇതിന്റെയൊക്കെ സീഡ്സിൽ എൻഡോസ്പേം കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ആണ്. എംബ്രിയോ, ഡെവലപ്പിംഗ് എംബ്രിയോ ആ എൻഡോസ്പേമിനെ കൺസ്യൂം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെവലപ്പ് ആയിരിക്കുന്നത്. ചിലതിൽ മാത്രം
എന്താണ് അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. ഇറ്റ് മേ പെർസിസ്റ്റ് ഇൻ മെച്ചുവർ സീഡ്സ് ആൻഡ് ബി യൂസ്ഡ് അപ്പ് ഡ്യൂറിങ്. ചിലതിൽ പെർസിസ്റ്റ് ആയിട്ടിരിക്കും, എന്നിട്ട് അത് സീഡ് ജെർമിനേഷന്റെ സമയത്ത് ഉപയോഗിക്കുന്നു. അതാണ് കാസ്റ്ററും കോക്കനട്ടും. അപ്പം കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂംഡ് ആയ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അത് പീ, ഗ്രൗണ്ട് നട്ട്, ബീൻസ് അതിന്റെയൊക്കെയാണ്. അല്ല അത് എന്താ പറയാ പെർസിസ്റ്റ് ആയിട്ടിരിക്കും മെച്ചുവർ സീഡിൽ, എന്നിട്ട് ജെർമിനേഷന്റെ ടൈമിൽ യൂസ് ചെയ്യുന്നത് കാസ്റ്ററിലും കോക്കനട്ടിലുമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന എംബ്രിയോ. അപ്പൊ നമ്മൾ എൻഡോസ്പോം പറഞ്ഞു. അടുത്തെന്ന് പറഞ്ഞ എംബ്രിയോ. എംബ്രിയോ എന്ന് പറഞ്ഞാല് ഡെവലപ്പ് ചെയ്യുന്ന എവിടെയാ? മൈക്രോ പൈലാർ എൻഡ് എംബ്രിയോസാക് where the zygote is situated. എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് സൈഗോട്ടിന്റെ എവിടെയാണ്? മൈക്രോ പൈലാർ എൻഡ് ഓഫ് എംബ്രിയോയിലാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെയാണ് എന്ത് സൈഗോട്ട് സിറ്റുവേറ്റഡ് ചെയ്യുന്നത്. മോസ്റ്റ് സൈഗോട്ട് ഡിവൈഡ് ഓൺലി ആഫ്റ്റർ ദ എമൗണ്ട് ഓഫ് എൻഡോസ്പോം. എൻഡോസ്പോം ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് സൈഗോട്ട് ഡിവിഷൻ നടക്കുള്ളൂ. കാരണം ഇതൊരു അഡാപ്റ്റേഷൻ ആണ്. ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് ആ ഒരു ഫുഡ് ന്യൂട്രീഷൻ ഒക്കെ കിട്ടണമെങ്കിൽ എൻഡോസ്പോം ഫോം ആകണം, എന്നാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മോസ്റ്റ് സൈഗോട്ടും ഡിവിഷൻ നടക്കുന്നത് എൻഡോസ്പോം ഫോം ചെയ്തിട്ടായിരിക്കും. അപ്പൊ എംബ്രിയോ എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മൈക്രോപൈലാർ എൻഡ് ഓഫ് ദ എംബ്രിയോ സാക്ക്. എവിടെയാണ് സൈഗോട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത് അവിടെയാണ് എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുന്നത്. എന്തുകൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ആഫ്റ്റർ എൻഡോസ്പോം? ബിക്കോസ് ഇതിനാവശ്യമായിട്ടുള്ള ആ ഒരു ന്യൂട്രീഷൻ ഫുഡ് എല്ലാം കിട്ടണമെങ്കിൽ എൻഡോസ്പോമിൽ നിന്നാണ്. അതുകൊണ്ടാണ് എൻഡോസ്പോം ഫോം ചെയ്തിട്ടാണ് മോസ്റ്റ് സൈഗോട്ടും ഡിവിഷൻ നടക്കുന്നത്. പിന്നെ സീഡ്സിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും മോണോകോട്ടിഡൻസിലും ഡൈക്കോട്ടിഡൻസിലും ഏർലി സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെന്റ് സിമിലർ ആയിരിക്കും. സീഡ്സ് തമ്മിൽ മോണോകോട്ടിലും ഡൈക്കോട്ടിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടാകാം, പക്ഷെ അതിന്റെ എന്താ ആ ഒരു ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് അതിനെയാണ് എംബ്രിയോജനി എന്ന് പറയുന്നത്. ആ എംബ്രിയോജനി ആ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ രണ്ടിന്റെ സിമിലർ ആയിരിക്കാം. ബോത്തും സിമിലർ ആണ്. ദ സൈഗോട്ട് ഗീവ് റൈസ് ടു പ്രോ എംബ്രിയോ. സൈഗോട്ട് പ്രോ എംബ്രിയോ ഫസ്റ്റ് പ്രോ എംബ്രിയോ ഫോം ചെയ്യുന്നു. അതിനുശേഷം ഒരു ഗ്ലോബുലാർ ഹെർട്ട് ഷേപ്ഡ് ആൻഡ് മെച്ചുവർ എംബ്രിയോ ആയിട്ട് മാറുന്നത് സൈഗോട്ട്. ഫസ്റ്റ് സൈഗോട്ട് ഒരു പ്രോ എംബ്രിയോ ഷേപ്പ് അതിനാണ് ഗീവ് റൈസ് ചെയ്യുന്നത് ആയിട്ട് മാറും. അതിനുശേഷമാണ് ഒരു ഗ്ലോബുലാർ ഹെർട്ട് ഷേപ്പ്, ഇത് കണ്ടില്ലേ, ഒരു ഗ്ലോബുലാർ ഹെർട്ട് ഷേപ്പ് ആയിട്ട് മാറുന്നത് മെച്ചുവർ ആകുമ്പോഴാണ്. അപ്പൊ ഒരു ടിപ്പിക്കൽ ഡൈക്കോട്ടിലിഡൻസ് എംബ്രിയോ എടുത്താൽ അതിൻ്റെ അകത്ത് ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും. ഈ ഫിഗർ നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. ഇതാണ് എംബ്രിയോണൽ ആക്സിസ്. അതിൽ രണ്ട് കോട്ടിലിഡൻസും ഉണ്ടാകും. ഒരു ഡൈക്കോട്ടിലിഡൻസ് എംബ്രിയോയ്ക്ക് ഒരു എംബ്രിയോണൽ ആക്സിസും രണ്ട് കോട്ടിലിഡൻസും ഉണ്ടാകും. The portion of embryonal axis above the level of cotyledon. കോട്ടിലിഡൻസിന് മുകളിലുള്ള ഇത് കോട്ടിലിഡൻസ്, ഇത് കോട്ടിലിഡൻസ് ആണ്. ഇതിന് മുകളിലുള്ള ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് എപ്പികോട്ടൈൽ. ദിസ് ഇസ് ദ എപ്പികോട്ടൈൽ. മുകളിൽ കാണുന്ന ആ ഒരു പോർഷനെയാണ് എപ്പികോട്ടൈൽ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ടെർമിനേറ്റ് വിത്ത് അതിൽ എന്തുണ്ടാവും? ഒരു പ്ലിമ്യൂൾ ഓർ സ്റ്റെം ടിപ്പ് ഉണ്ടാവും. കണ്ടോ, ഒരു പ്ലിമ്യൂൾ അല്ലെങ്കിൽ സ്റ്റെം ടിപ്പ് ഇതിന്റെ അകത്തുണ്ടാവും. പിന്നെ ഇത് സിലിണ്ടറിക്കൽ പോർഷൻ ബിലോ ദ കോട്ടിലിഡൻ. ഇനി സിലിണ്ടറിക്കൽ പോർഷൻ ബിലോ ഈ കോട്ടിലിഡൻസിന്റെ താഴെയുള്ള ആ സിലിണ്ടറിക്കൽ പോർഷനെ പറയുന്നതാണ് ഹൈപ്പോകോട്ടൈൽ. മുമ്പുള്ള പോർഷനെ നമ്മൾ പറഞ്ഞു കോട്ടിലിഡൻസ്. പോർഷൻ എബോവ് ആണെങ്കിൽ കോട്ടിലിഡന്റെ മുകളിലുള്ളത് എപ്പികോട്ടൈലും, സിലിണ്ടറിക്കൽ പോർഷൻ ബിലോ കോട്ടിലിഡൻസ് ആണെങ്കിൽ അതിനെ ഹൈപ്പോകോട്ടൈൽ എന്ന് പറയുന്നു. ഈ ഹൈപ്പോകോട്ടൈൽ ടെർമിനൽ എൻഡിലായിട്ട് എന്തുണ്ട്? റാഡിക്കൽ ഓർ റൂട്ട് ടിപ്പ് ഉണ്ടാവും. റൂട്ട് ടിപ്പ് എന്തിനാണ്? റൂട്ട് ടിപ്പ് കവേർഡ് വിത്ത് റൂട്ട് ക്യാപ്പ്. റൂട്ടിന്റെ ടിപ്പ് അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു റൂട്ട് ക്യാപ്പ് വെച്ച് കവേർഡ് ആണ്. ഇനി മോണോകോട്ടിലിഡൻസിന്റെ എംബ്രിയോസിൽ ഒരു കോട്ടിലിഡൻസേ ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ ഫിഗർ, ഫസ്റ്റ് ഫിഗർ കാണിക്കുന്നത് ഡൈക്കോട്ട് എംബ്രിയോ ആണ്. സെക്കൻഡ് ഒരു മോണോകോട്ട് എംബ്രിയോ ഗ്രാസിന്റെ പിക്ചർ ആണ്. സെക്കൻഡ് വണ്ണില് അതിലൊരു കോട്ടിലിഡനേ ഉള്ളൂ. അപ്പൊ ഗ്രാസ് ഫാമിലിയില് കോട്ടിലിഡൻസിനെ പറയുന്ന പേരാണ് സ്കൂട്ടെല്ല. ഇത് എവിടെയായിട്ട് കാണപ്പെടും? ഒരു ലാറ്ററൽ സൈഡിലായിട്ട്, എംബ്രിയോണൽ ആക്സിസിന്റെ ലാറ്ററൽ സൈഡിലായിട്ടാണ് ഈ സ്കൂട്ടെല്ലാം കാണപ്പെടുന്നത്. ഓക്കെ, ഇതിന്റെ ലോവർ എൻഡിലായിട്ട് എംബ്രിയോണൽ ആക്സിസിന്റെ ഒരു ടിപ്പിക്കൽ ഡൈക്കോട്ട് എംബ്രിയോ ഓഫ് ഗ്രാസ് റൂട്ട് ക്യാപ്പ് ഉണ്ടാവും. അതിന്റെ താഴെ എംബ്രിയോണൽ ആക്സിസിന്റെ താഴെ ടിപ്പിക്കൽ ഡൈക്കോട്ട് എംബ്രിയോ ഓഫ് ഗ്രാസിന് ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ടാകും. അതിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ റൂട്ട് ക്യാപ്പിന് ഇതിനൊരു സ്കൂട്ടെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. സ്കൂട്ടെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എംബ്രിയോണൽ ആക്സിസിന്റെ ലാറ്ററൽ സൈഡിൽ കാണപ്പെടുന്ന ആ ഒരു കോട്ടിലിഡൻസിനെ സ്കൂട്ടെല്ലാം എന്ന് പറയുന്നു. താഴെയായിട്ട് കാണപ്പെടുന്നത് റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഈ റൂട്ട് ക്യാപ്പിനെ തന്നെ അൺഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ള ഒരു
ഷീറ്റ് വെച്ച് എൻക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ റൂട്ട് ക്യാപ്പിനെ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഷീറ്റ് വെച്ച് അതിനെയാണ് കൊളിയോറൈസ എന്ന് പറയുന്നത്. ഇനി പോർഷൻ ഓഫ് എംബ്രിയോണൽ ആക്സിസ് എബോവ് ദ ലെവൽ ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് സ്കൂട്ടലം ഇസ് കോൾഡ്. ഈ സ്കൂട്ടലത്തിന്റെ മുകളിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റിനെ പറയുന്നതാണ് എപ്പിക്കോട്ടൈൽ. നമ്മുടെ ഡൈക്കോട്ടി പറയുന്ന പോലെ അതിന്റെ മുകളിലായിട്ടുള്ള പോർഷൻ ഓഫ് എംബ്രിയോ എബോവ് ദ ലെവൽ ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് സ്കൂട്ടലം അത് എപ്പിക്കോട്ടൈൽ. എപ്പിക്കോട്ടൈലിന് തന്നെ ഷൂട്ട് അപ്പെക്സും ഉണ്ട്, അതുപോലെ ലീഫ് പ്രിമോഡിയയും ഉണ്ടായിരിക്കും. ഇനി ഈ ഷൂട്ട് അപ്പെക്സ് അല്ലെങ്കിൽ എപ്പിക്കോട്ടൈൽ എൻക്ലോസ്ഡ് ഇൻ എ ഹോളോ ഫോളിക്കർ സ്ട്രക്ചർ അതിനെ പറയുന്ന പേരാണ് കോളിയോപ്റ്റൈലം. എപ്പിക്കോട്ടൈൽ ഹാസ് എ ഷൂട്ട് അപ്പെക്സ് ആൻഡ് എ ഫ്യൂ ലീഫ് പ്രിമോഡിയ. ഇറ്റ് എൻക്ലോസ്ഡ് ഇൻ എ ഇതിനെ ഈ ഒരു ഷൂട്ട് അപ്പെക്സിനെ ലീഫ് പ്രൊമോഡിയൊക്കെ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഷൂട്ട് അപ്പെക്സ് അതുപോലെ തന്നെ എന്താണ് ലീഫ് പ്രൊമോഡിയൊക്കെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ഫോളിയർ സ്ട്രക്ചർ ഉണ്ട്, ഒരു ഹോളോ ഫോളിയർ സ്ട്രക്ചർ. അതിനെ പറയുന്നതാണ് ഹോളോ ഫോളിയർ സ്ട്രക്ചറിനെ പറയുന്നതാണ് കോളിയോപ്റ്റൈല. അപ്പം ഡൈക്കോട്ടിലിഡൻസിലെ പോലെ തന്നെ ഇവിടെ ഇതിനും എന്താ പറയാ, ഒരു ഡൈക്കോട്ടിലിഡൻസിലെ രണ്ടാണെങ്കിൽ ഇവിടെ ഒരു കോട്ടിലിഡൻസ് ആണ്. ആ ഒരു കോട്ടിലിഡൻസിനെ പറയുന്നതാണ് സ്ക്രൂട്ടല്ലം. അതൊരു ലാറ്ററൽ സൈഡിലായിട്ട് കാണപ്പെടും. ലോവർ എംബ്രിയോണൽ ആക്സിസിന്റെ താഴെയായിട്ടാണെങ്കിൽ റാഡിക്കലും ഉണ്ട്, റൂട്ട് ക്യാപ്പും ഉണ്ട്. ഈ റൂട്ട് ക്യാപ്പിനെ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ഷീറ്റ് വെച്ച് എൻക്ലോസ് ചെയ്തിട്ടുള്ളതിനെ കൊളിയോറൈസ എന്ന് പറയുന്നു. പോർഷൻ ഓഫ് എംബ്രിയോണൽ ആക്സിസ് എബോവ് ദ ലെവൽ ഓഫ് സ്കൂട്ടല്ലം. സ്കൂട്ടല്ലത്തിന്റെ ആ ഒരു മുകളിലായിട്ടുള്ള ആ ഒരു എംബ്രോയിനൽ ആക്സിസിനെ പറയുന്നതാണ് എപ്പിക്കോട്ടൈൽ എന്ന് പറയുന്നത്. ഇനി എപ്പിക്കോട്ടൈലിലെ ഷൂട്ട് അപ്പെക്സിനെയും ലീഫ് പ്രിമോഡിയും എൻക്ലോസ് ചെയ്തിട്ടൊരു ഹോളോ ഫോളിയർ സ്ട്രക്ചർ ഉണ്ട്, അതിനെ കൊളിയോപ്റ്റൈൽ എന്ന് പറയുന്നു. ഓക്കെ, അടുത്തത് സീഡ്സ്. സീഡ്സ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫൈനൽ പ്രൊഡക്റ്റിനെയാണ് സീഡ്സ് എന്ന് പറയുന്നത്. ആൻജിയോസ്പോംസിൽ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫൈനൽ പ്രൊഡക്ട്സിനെ സീഡ്സ് എന്ന് പറയും. പിന്നെ ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾസിനെ സീഡ്സ് എന്ന് ഓഫൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സീഡ്സ് ആർ ഫോംഡ് ഇൻസൈഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് എന്താ, ഓവറിയാണ് ഫ്രൂട്ട്. ഫ്രൂട്ടിന്റെ അകത്താണ് സീഡ്സ് കാണുന്നത്. ഒരു സീഡ്സിന് ടിപ്പിക്കലി സീഡ് കോട്ട് ഉണ്ടാകും, കോട്ടിലിഡൻസ് ഉണ്ടാകും, ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാകും. അപ്പം കോട്ടിലിഡൻസ് ഓഫ് ദ എംബ്രിയോ ആർ സിമ്പിൾ സ്ട്രക്ചർ. ഈ കോട്ടിലിഡൻസ് ഇതിന്റെ സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കും, പക്ഷെ തിക്കും അതുപോലെ സോളൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഫുഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് റിസർവ്ഡ് മെറ്റീരിയൽസ്. എന്താ പറയാ, ഒരു സീഡ് എടുത്ത് അതിന്റെ കോട്ടിലിഡൻസ്, ആ എംബ്രിയോയുടെ കോട്ടിലിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്കും സ്വോളനും ആയിരിക്കാൻ കാരണം ആ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റിസർവ്ഡ് ഫുഡ് അവിടെ സ്റ്റോർഡ് ആണ്. ഇനി മെച്ചർ സീഡ്സ് തന്നെ നോൺ ആൽബുമിനസും ഉണ്ട്, ആൽബുമിനസും ഉണ്ട്. എന്താണ് ആൽബുമിനസ്, നോൺ ആൽബുമിനസും? നോൺ ആൽബുമിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീഡ്സിന്റെ അകത്ത് എൻഡോസ്പെർമിന്റെ റെസിഡ്യൂസ് കംപ്ലീറ്റ്ലി കാണില്ല. എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എൻഡോസ്പോംസ് കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്തിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റെസിഡ്യൂസ് ഓഫ് നോ എൻഡോസ്പോം റെസിഡ്യൂസ് പ്രസന്റ് ഇൻ സീഡ്സ്, അങ്ങനെയുള്ളതാണ് നോൺ ആൽബുമിനസ്. നോ റെസിഡ്യൂൽ എൻഡോസ്പോം പ്രസന്റ് കാണപ്പെടില്ല നോൺ ആൽബുമിനസിൽ, അതാണ് പീയും ഗ്രൗണ്ട് നട്ടും. ഇനി ആൽബുമിനസ് സീഡ്സിന്റെ അകത്തെന്ന് പറഞ്ഞാൽ കുറച്ചൊരു പാർട്ട് ഓഫ് എൻഡോസ്പോം അതിൽ കാണാം. റിട്ടൈൻ എ പാർട്ട് ഓഫ് എൻഡോസ്പോം, ആ സീഡിൽ ഒരു പാർട്ട് ഓഫ് എൻഡോസ്പോം ഉണ്ടാകും. അങ്ങനെയുള്ളതിനെയാണ് എന്ന് വെച്ചാൽ ആ ഒരു എംബ്രിയോ ഡെവലപ്മെന്റിന്റെ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് എൻഡോസ്പോമിനെ അത് എൻക്ലോസ് ചെയ്യുന്നില്ല, കൺസ്യൂം ചെയ്യുന്നില്ല, കുറച്ച് അതിന്റെ ഒരു പാർട്ട് അവിടെ കാണും. അതിനെ പറയുന്നതാണ് ആൽബുമിനസ്. അപ്പം തിരിഞ്ഞ് മാറി പോകരുത്. നോൺ ആൽബുമിനസ് എന്ന് പറഞ്ഞാൽ അതിൽ നോ റെസിഡ്യൂൽ എൻഡോസ്പോം റെസിഡ്യൂൽസ് ഒന്നുമില്ല. പി ആൻഡ് ഗ്രൗണ്ട് നട്ട് എക്സാമ്പിൾ. ആൽബുമിനസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ റിട്ടേൺ പാർട്ട് ഓഫ് എൻഡോസ്പോം അതിന്റെ അകത്ത് കാണും. അതാണ് വീറ്റ്, മൈസ്, ബാർലി, കാസ്റ്റർ അങ്ങനെയുള്ളതെല്ലാം. പിന്നെ ചില സീഡ്സിന്റെ അകത്ത് റെമിനൻസ് ഓഫ് ന്യൂസിലസ് ഓൾസോ പെർസിസ്റ്റന്റ് ആണ്. ആ ഒരു റെസിഡ്യുവൽ പെർസിസ്റ്റന്റ് ന്യൂസിലസിനെ പറയുന്ന പേരാണ് പെരിസ്പം. പെപ്പർ, എന്താ ബീറ്റ്, അങ്ങനെയുള്ള സീഡ്സിലൊക്കെ എന്താ പറയാ ന്യൂസിലസിന്റെ ഒരു റെസിഡ്യുവൽ പെർസിസ്റ്റന്റ് ആയിട്ട് അവിടെ കാണുന്നു. അതിനെ പറയുന്നതാണ് ദിസ് റെസിഡ്യുവൽ പെർസിസ്റ്റന്റ് ന്യൂക്ലിയസ് ഈസ് ദ പെരിസ്പം. അങ്ങനെയാണ് ന്യൂസിലസ് ആർ ഓൾസോ പെർസിസ്റ്റന്റ് ആസ് എ റിമിനൻസ് ഇൻ സം സീഡ്സ്. അങ്ങനെയുള്ള സീഡ്സിലെ ആ ഒരു പെർസിസ്റ്റന്റ് ന്യൂസിലസിനെ പറയുന്നതാണ് പെരിസ്പം. ഓക്കെ, പിന്നെ ഇൻഡിജുവൻസ്. ഈ
ഓവ്യൂളിന്റെ ഇൻഡിജിൻമെന്റ്സ് പോലെ തന്നെ സീഡ്സിന്റെയും ഹാർഡാണ്. പ്രൊട്ടക്റ്റീവ് സീഡ് കോട്ട്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഓവ്യൂൾസിലുള്ള മൈക്രോപൈല് റിമെയിൻ ആസ് സ്മോൾ പോർട്സ് ഇൻ സീഡ് കോട്ട്സിൽ സ്മോൾ പോർട്സ് ആയിട്ട് കാണപ്പെടുന്നു. ഈ സ്മോൾ പോർട്സ് ആണ് സീഡ് ജെർമിനേഷന്റെ സമയത്ത് എന്താ പറയാ ഓക്സിജനും വാട്ടറിന്റെ എൻട്രിക്ക് ഫാസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡിജിമെന്റ്സ് ഓവ്യൂൾസിന്റെ ഇൻഡിജിമെന്റ്സ് പോലെ തന്നെ ടഫ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് സീഡ് കോട്ട്സ് ആണ് ഇൻഡിജിമെന്റ്സ് ഓഫ് ഓവ്യൂൾസ്. ഹാർഡൻ ആസ് ടഫ് പ്രൊട്ടക്റ്റീവ് സീഡ് കോട്ട്. അപ്പൊ ഈ മൈക്രോപൈല റിമെയിൻസ് ആസ് എ സ്മോൾ പോർ ഇൻ ദ സീഡ് കോട്ട്. സീഡ് കോട്ടില് ഒരു സ്മോൾ പോർ ആയിട്ടാണ് ഈ മൈക്രോപൈലാർ കാണപ്പെടുന്നത്. മൈക്രോപൈൽ അത് കാണപ്പെടുന്നത് ഒരു സ്മോൾ പോർ ആയിട്ടാണ്. ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്ന ഓക്സിജന്റെ വാട്ടറിന്റെ എൻട്രിക്ക് സീഡ് ജെർമിനേഷൻ സമയത്ത് വാട്ടറും ഓക്സിജന്റെയും എൻട്രിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്മോൾ പോർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് മെച്ചുവർ ആവുന്ന സമയത്ത് വാട്ടർ കണ്ടന്റ് എല്ലാം റെഡ്യൂസ് ആയി സീഡ്സ് ഡ്രൈ ആകുന്നു. അതിന്റെ മെറ്റബോളിക്സ് ആക്ടിവിറ്റീസ് ഒക്കെ സ്ലോ ഡൗൺ ആകുന്നു. അങ്ങനെ അതൊരു ഇനാക്റ്റീവ് സ്റ്റേറ്റിലേക്ക് കയറും. ആ സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് സീഡ്സിന്റെ ആ എംബ്രിയോ എൻറ്റർ ഇൻടു എ സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി. ഇനാക്ടിവിറ്റിയിലേക്ക് കയറുന്ന ആ ഒരു ഇതിനെ ഡോർമസി എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ടീഷൻസ് എല്ലാം ഫേവർ ആണ്. അഡിക്വേറ്റ് ആയിട്ട് ഒരു മോയ്സ്ചർ, ഓക്സിജൻ, സൂട്ടബിൾ ടെമ്പറേച്ചർ എല്ലാം ഉണ്ടെങ്കിൽ അവ ജെർമിനേറ്റ് ചെയ്യുന്നു. അപ്പം ഒരു ഓവ്യൂള് മെച്ചുവർ ആയിട്ട് സീഡ് ആകുന്നു, ഓവറി ഫ്രൂട്ടും ആകുന്നു. അപ്പൊ ഒരു പ്രോസസ്സിൽ ഇങ്ങനെയാണ്. ഈ ഹോൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഓവ്യൂള് മെച്ചുവർ ആയ സീഡ്സും ഓവറി ഫ്രൂട്ടും ആകുന്നു. അപ്പൊ വോൾസ് ഓഫ് ദ ഓവറി ഡെവലപ്പ്. ഈ ഓവറിയുടെ വോൾസ് എന്തായിട്ട് മാറും? വോൾസ് ഓഫ് ഫ്രൂട്ട്. അതിനെയാണ് പെരികാർപ്പ് എന്ന് പറയുന്നത്. ഓവറിയുടെ വോൾസ് ഫ്രൂട്ടിന്റെ വാളായിട്ട് മാറുന്നു. അതിനെ പെരികാർപ്പ് എന്ന് പറയുന്നു. ദ ഫ്രൂട്ട്സ് മേ ബി ഫ്ലഷി ആസ് ഇൻ ഗുവ, ഓറഞ്ച്, മാംഗോ അങ്ങനെയുള്ള ഫ്രൂട്ട്സിൽ ഫ്ലഷി ആയിരിക്കും. അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്. ആ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡിലേക്ക് പോലെ ഡ്രൈ ആകാം. അപ്പം ഡിഫറെന്റ് പല ഫ്രൂട്ട്സിനും പല സീഡ് ഡിസ്പേഴ്സൽ മെക്കാനിസം ആണ് കാണപ്പെടുന്നത്. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഈ ഇൻഡിജിമെന്റ്സിന്റെ ഫസ്റ്റ് ഇത് പറയുന്നത് ഇൻഡിജിമെന്റ്സിന്റെ ഓവ്യൂൾസ് ഒരു സീഡ് കോട്ട് പോലെ തന്നെ ടഫ് ആണ്. അതിന്റെ അകത്ത് മൈക്രോപൈൽ ഒരു ഓവ്യൂൾസിന്റെ മൈക്രോപൈൽ ഇവിടെ സ്മോൾ പോർ ആവുന്നു. ആ ഇതിൽ കൂടെ വാട്ടറിന്റെ ഓക്സിജനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ജെർമിനേഷൻ. ആ ഒരു മെച്ചുവർ ആവുമ്പോൾ വാട്ടർ അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ മെറ്റബോളിസം സ്ലോ ആയി അതൊരു ഇനാക്റ്റീവ് ഡോർമസി സ്റ്റേറ്റിൽ എത്തുന്നു. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ജെർമിനേറ്റ് ചെയ്യുന്നു. ജെർമിനേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഓവ്യൂള് സീഡ് ആകുന്നു, ഓവറി ഫ്രൂട്ട് ആകുന്നു. ഓവറിയുടെ വോൾസ് ഫ്രൂട്ട് ബോളായ പെരികാർപ്പായിട്ട് മാറും. പിന്നെ ചില ഫ്രൂട്ട്സിൽ എന്ന് പറഞ്ഞാൽ തലാമസ് ഓൾസോ കോൺട്രിബ്യൂട്ട് ഫോർ ഫ്രൂട്ട് ഫോർമേഷൻ. ചില കേസിൽ തലാമസ് ഫ്രൂട്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തലാമസ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരു ഫ്ലവറിന്റെ കാർപ്പൽ, മറ്റേ സെപ്പൽ, പെറ്റൽ ഇതെല്ലാം ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ആണ്, ഒരു ബേസൽ പോർഷൻ ആണ്. അത് ഫ്രൂട്ട് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഫ്രൂട്ടിനെ പറയുന്നതാണ് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. തലാമസ് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത് ഫോൾസ് ഫ്രൂട്ട്. അതിന് എക്സാമ്പിൾ ആണ് സ്ട്രോബെറി, കാഷ്യൂ എക്സെട്ര. മോസ്റ്റ്ലി ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്നത് ഓവറിൽ നിന്നാണ്. ഓവറിൽ ഡെവലപ്പ് ചെയ്യുന്നത് ട്രൂ ഫ്രൂട്ടും തലാമസ് വഴി ഫോം ചെയ്യുന്നത് ഫോൾസ് ഫ്രൂട്ടും ആണ്. ഇനി ദ ഫ്രൂട്ട്സ് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഒന്നും നടക്കാതെ ചില ഫ്രൂട്ട്സ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനത്തെ ഫ്രൂട്ട്സിനെ പറയുന്നതാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. അങ്ങനെയുള്ള ഫ്രൂട്ട്സിനെയാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബനാന. സീഡ്സ് അതിൻ്റെ അകത്ത് ഇല്ല. ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഒന്നും നടക്കാതെ ഉണ്ടാകുന്നത്. ഇനി പാർത്തനോകാർപ്പി ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ത്രൂ ദ ആപ്ലിക്കേഷൻ ഗ്രോത്ത് ഹോർമോൺസ് വഴി എന്താ പറയാ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാം. ആൻഡ് സച്ച് ഫ്രൂട്ട്സ് ആർ സീഡ്ലെസ്. അങ്ങനെയുള്ള ഫ്രൂട്ട്സ് സീഡ്ലെസ് ആയിരിക്കും. നമ്മൾ സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്സ് ഒക്കെ ഇപ്പം സീഡ്ലെസ് ഗ്രേപ്സ് വരുന്നുണ്ട്. വാട്ടർ മെലോൺ ഒക്കെ സീഡ്ലെസ് ആയിട്ട് വരുന്നുണ്ട്. അത് ഈ ഇങ്ങനെ ഗ്രോത്ത് ഹോർമോൺസ് ഇൻഡ്യൂസ് ചെയ്ത് ഉണ്ടാകുന്നതാണ്. അപ്പൊ സീഡ്സ് ഓഫർ സെവറൽ അഡ്വാൻറ്റേജസ് ടു ആൻജിയോസ്പേം. റീപ്രൊഡക്റ്റീവ് പ്രോസസ്സ് ഒക്കെ സിൻസ് പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ വാട്ടർ ഇൻഡിപെൻഡന്റ് ആണെങ്കിലും സീഡ് ഫോർമേഷൻ വാട്ടർ ഡിപെൻഡന്റ് ആണ്. റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിന് പോളിനേഷനും ഫെർട്ടിലൈസേഷനും വാട്ടറിന്റെ ഡിപെൻഡൻസി ഇല്ലെങ്കിലും സീഡ് ഫോർമേഷനും വാട്ടറിന്റെ ഡിപെൻഡൻസി ഉണ്ട്. അടുത്തത് അപ്പോമിക്സിസ് ആൻഡ് പോളിഎംബ്രിയോ. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ സീഡ് പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ അപ്പോമിക്സിസ്. അപ്പൊ നമ്മള്
ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഫോം ചെയ്യുന്നതിനെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു. സീഡ്സ് പ്രൊഡ്യൂസ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അങ്ങനെയുള്ള സീഡ്സിനെ അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അപ്പം അപ്പോമിക്സിസ് ഇസ് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഫോം ആണ്, പക്ഷെ അതിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്, മിമിക് ചെയ്യുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ പോലെ തോന്നിക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അപ്പോമിക്സിസിൽ. അത് എന്താണ്, സെവറൽ വേസ് ഉണ്ട് അപ്പോമിക്സിസ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതില് ചിലതെന്ന് പറയുന്നത് ചില സ്പീഷീസിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള എക്സെൽസ് റിഡക്ഷൻ ഡിവിഷൻ നടക്കാതെ ഡെവലപ്പ് ചെയ്യുന്നു എംബ്രിയോ ആയിട്ട്. ഫെർട്ടിലൈസേഷനും റിഡക്ഷൻ ഡിവിഷനും ഒന്നും നടക്കാതെ ചില സ്പീഷീസിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള എക്സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എംബ്രിയോ ആയിട്ട് മാറുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, ഡിപ്ലോയിഡ്. അത് അങ്ങനെയുള്ള കേസാണ് അപ്പോമിക്സിസിൽ നടക്കുന്നത്. പിന്നെ ചിലതില് ന്യൂസിലാർ സെൽസ്, എംബ്രിയോസാക്കിന് ചുറ്റുമുള്ള ന്യൂസിലാർ സെൽസ് ഡിവിഷൻ നടന്ന് എംബ്രിയോസാക്കിലേക്ക് കയറി എംബ്രിയോ ഫോം ചെയ്യുന്നു. അങ്ങനെയും ഇവിടെ എന്താ പറയാ, ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് മെത്തേഡ് ഉണ്ട് അപ്പോമിക്സിസ് ആയിട്ട് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ. ഫസ്റ്റ് ഒരെണ്ണം എക്സാമ്പിൾ പറഞ്ഞു, ഡിപ്ലോയിഡ് എഗ് സെൽസ് എന്താണ്, റിഡക്ഷൻ ഡിവിഷൻ നടക്കാതെ എംബ്രിയോ ഫോം ചെയ്യുന്നു. ഫെർട്ടിലൈസേഷനും റിഡക്ഷൻ ഡിവിഷനും ഒന്നും നടക്കാതെ എംബ്രിയോ ഫോം ചെയ്യുന്നു. പിന്നെ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ന്യൂസിലാർ സെൽസ്, ഈ എംബ്രിയോ സാക്കിന് ചുറ്റുമുള്ള ന്യൂസിലാർ സെൽസ് ഡിവൈഡ് ചെയ്ത് അത് എംബ്രിയോ സാക്കിലേക്ക് കയറി അവിടെ വെച്ച് എംബ്രിയോ ഫോം ചെയ്യുന്നു. അങ്ങനെയുള്ള സ്പീഷീസിൽ ഒരുപാട് എംബ്രിയോസ് ഉണ്ട്. ചില സ്പീഷീസിൽ ഈച്ച് ഓവ്യൂൾ കണ്ടെയ്ൻ മെനി എംബ്രിയോസ്. ഓരോ ഓവ്യൂൾസിനും ഒരു മെനി എംബ്രിയോസ് ഉണ്ടാവും. അങ്ങനെ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉള്ള സീഡ്സിനെ പറയുന്ന പേരാണ് പോളി എംബ്രിയോസ്. അപ്പം ചില സ്പീഷീസിൽ ഈച്ച് ഓവ്യൂൾ, ഓരോ ഓവ്യൂളിനും എന്തുണ്ടാകും, ഓരോ എംബ്രിയോ വെച്ച് മെനി എംബ്രിയോസ് വെച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്, ഒരു ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്, ഒരു സീഡിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഉള്ള ആ ഒരു ഇതിനെ പറയുന്ന, ആ ഒരു പ്രോസസ് ഇതിനെ പറയുന്നതാണ് പോളി എംബ്രിയോ. ആ ഒരു സ്റ്റേറ്റിനെ പറയുന്നതാണ് പോളി എംബ്രിയോ. അപ്പൊ ഒന്നിൽ കൂടുതൽ എംബ്രിയോ വന്നു കഴിഞ്ഞാൽ പോളി എംബ്രിയോ എന്നാണ് പറയുന്നത്. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ് ഫോം ചെയ്യുന്നത്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോമിക്സിസ്. പിന്നെ മോർ ദാൻ വൺ എംബ്രിയോ, ഒരു സീഡിന് ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് വന്നു കഴിഞ്ഞാൽ അതിനെ പോളി എംബ്രിയോ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.